ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഡിസൈനർ ഔട്ട്ലെറ്റ് വരെ ഒന്ന് പോവാം. ബെർലിനിലെ ഡിസൈനർ ഔട്ട്ലെറ്റ്, അവിടെയാണ് കൂടുതൽ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് കിട്ടുന്നത്. അടിപൊളി ഒരു സ്ഥലമാണ്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജനാസ് ജർമ്മൻ ജേണി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് എൻ്റെ ഓൺ വോയിസ് ഒരു ട്രയലായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് ചെറുതായിട്ട് ഓൺ വോയിസ് ഒക്കെ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനതൊക്കെ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബെർലിൻ ഡിസൈനർ ഔട്ട്ലെറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് വിഷ്ണു ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടൻ ഓൾറെഡി എസ്പാൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്കൊരു 6 എടുത്തിട്ട് വേണം ഡിസൈനർ ഔട്ട്ലെറ്റിലേക്ക് പോകാനായിട്ട്. എന്നെക്കാളും മുമ്പ് വിഷ്ണു ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും 6 ലേറ്റാണ്, അതും 20 മിനിറ്റ് ലേറ്റാണ്. ഒരു 6 കറക്റ്റ് സമയത്ത് ഇവിടെ നിന്ന് പോയി ഞാനിതുവരെ കണ്ടിട്ടില്ല. സ്വാഭാവികം. 4 പ്രാവശ്യം വൈകിയതിന് ശേഷം നമ്മുടെ 6 ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിന്ന് സ്റ്റെൻഡൽ ഹോഫ്ബാനോഫ് വഴിയാണ് പോകുന്നത്. സ്റ്റെൻഡൽ, എൽസ്റ്റൽ, അങ്ങനെ പല വഴിയും നമുക്ക് പോകാൻ പറ്റും. എല്ലാവർക്കും ലൊക്കേഷൻ നോക്കി പോകാൻ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു വെനസ്ഡേ ആണ്. എന്നിട്ട് കൂടെ ഈ 6 ഓപ്പൺ ചെയ്തപ്പോൾ സ്കൂൾ വിട്ട പോലെയായിരുന്നു ആൾക്കാർ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്നെ ചിരി വരുമായിരുന്നു. ഞാനൊരു ഇടദിവസമല്ലേ, ആൾക്കാർ കുറവായിരിക്കുമല്ലോ എന്ന് ഓർത്താണ് ഇന്ന് തന്നെ പോകാൻ പോകുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിലേക്ക് പോകാൻ നമുക്ക് 6 അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ബസ് ഉണ്ട്, പക്ഷേ 25-30 സ്റ്റോപ്പൊക്കെ ഉണ്ടാവുന്ന ആരും പ്രിഫർ ചെയ്യാറില്ല. എല്ലാവരും എപ്പോഴും 6 തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് പോവുകയാണ്. ജസ്റ്റ് ഒരു 4 സ്റ്റോപ്പിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ എൽസ്റ്റൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 100 മീറ്റർ നടന്ന് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു ബസ് ഉണ്ട്. നമുക്ക് 662 നമ്പറുള്ള ബസ്. ആ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഡിസൈനർ ഔട്ട്ലെറ്റിലേക്ക് പോകാനായിട്ട്. ഞാൻ പറയാൻ മറന്നൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. ഇവിടെ സീസണിലാണ് നമുക്ക് ഡിസൈനർ ഔട്ട്ലെറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള ബസ്സുകളും ട്രെയിനുകളും ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. 1 അവറിൽ ഒരു ബസ്, ഒരു ട്രെയിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എപ്പോഴും മാപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം പോകാനും വരാനും ശ്രമിക്കുക. ഇല്ലെങ്കിൽ പല സ്ഥലത്തും നമ്മൾ പോസ്റ്റായി പോകും. എൽസിൽ നിന്നും വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഡിസൈനർ ഔട്ട്ലെറ്റിലേക്ക്. ശരിക്കും പറഞ്ഞാൽ 7 സ്റ്റോപ്പ് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൂടെ കയറിയിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇവിടെ ഇറങ്ങാനുള്ളവർ തന്നെ ഇരിക്കും. ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. എസ്പെഷ്യലി നമുക്ക് നാട്ടിൽ പോകുമ്പോൾ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഒരുപാട് ചീപ്പായിട്ട് നല്ല നല്ല ബ്രാൻഡഡ് സാധനം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഒറിജിനൽ ബ്രാൻഡ്സിൻ്റെ ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഓഫേഴ്സ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് സമ്മർ ഓഫർ, വിൻ്റർ ഓഫർ, ഈസ്റ്റർ ഓഫർ, ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ, അങ്ങനെ പല പല ഓഫേഴ്സും അവൈലബിൾ ആണ്. സത്യത്തിൽ എനിക്കിപ്പോൾ പോയിട്ടൊന്നും മേടിക്കാനായിട്ടില്ല. എന്നാലും എന്തെങ്കിലും നല്ല ഓഫറിൽ കണ്ടു കഴിഞ്ഞാൽ ഞാനത് വാങ്ങിക്കാറുമുണ്ട് കേട്ടോ. ചില സമയത്ത് ഇതുപോലെ പോയി നോക്കാറുണ്ട്. ഇപ്പോൾ പോകുന്നത് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി, 2 എനിക്കൊരു ഫോസിലിൻ്റെ വാച്ച് നോക്കാനും കൂടെ വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ബസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റിലേക്ക് ക്രോസ് ചെയ്ത് പോകണം. ഈ പോകുന്ന വഴി മൊത്തം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാണ്ട് ഞങ്ങൾ ആരും അകത്തേക്ക് കയറില്ല. അത്ര രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഔട്ട്ലെറ്റിൻ്റെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇതുപോലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എവിടെയൊക്കെ എന്തൊക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി ലുലു മാളിലൊക്കെ പോകുമ്പോൾ കാണുന്നത് പോലെ തന്നെ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ച് ഫോട്ടോ ഏരിയ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് പല പല ബ്രാൻഡ്സിൻ്റെ ഷോറൂമുകൾ ജസ്റ്റ് ഒന്ന് കാണാം. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. സത്യത്തിലിവിടെ എന്ത് മേടിക്കാനാണ് വന്നതെന്ന് എനിക്കെന്നെ അറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നാൽ സമ്മർ കളക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഓഫർ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാം. ഇവിടെ ഏറ്റവും ഉപകാരമുള്ളൊരു സ്ഥലം ഈ ഒരു വാഷ്റൂം കൂടെയാണ്. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തളരുമ്പോൾ നമുക്കൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷൻ അപ്പ് ഒക്കെ ആയിട്ട് വരാമല്ലോ. പിന്നെ വയറ്റിലേക്ക് എന്തെങ്കിലും പോകാണ്ട് ഞങ്ങൾക്ക് ആർക്കും ഷോപ്പ് ചെയ്യാനുള്ള മൂഡ് വരാറില്ല. അപ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് ഹൈഫൈ ആയതുകൊണ്ടും കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലം മെക്ഡിയിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മെക്ഡി ചെന്ന് സാധാരണ എടുക്കുന്ന ഓഫേഴ്സ് ഒന്നും മേടിക്കാണ്ട് വെറൈറ്റി ആയിട്ട് 2 ബർഗേഴ്സ് ട്രൈ ചെയ്യാണ്ട് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. വിഷ്ണുചേട്ടൻ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ മേടിക്കുന്നത്. പിന്നെ ഒരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അങ്ങനെ പോരാട്ടമൊക്കെ കഴിഞ്ഞ് വയറിനെ സമാധാനിപ്പിച്ച് ഇനി നമുക്ക് ഷോപ്പ് ചെയ്യാൻ ഇറങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫോസിലാണ് പോകുന്നത്. ഇവിടെ വന്ന് ഞാൻ ആദ്യം കയറുന്നത് എപ്പോഴും ഫോസിലിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഫോസിലിൻ്റെ ഓഫറാണ് നിങ്ങൾ ഈ കാണുന്ന €79 ഈ കാണുന്ന വാച്ചിൽ ഏതെങ്കിലും ഒരു വാച്ച് നമുക്ക് എടുക്കാം.
€79 എന്ന് പറയുമ്പോൾ നാട്ടിലിപ്പോൾ 7500 ആ ഒരു റേഞ്ചിലൊക്കെ വരും. എന്നാലും നല്ലൊരു ഡീലല്ലേ, ഫോസിലിൻ്റെ നല്ലൊരു വാച്ച് നമുക്ക് കിട്ടുമല്ലോ. ഇത്തവണ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ബാഗ് കളക്ഷൻ ഫോസിലുണ്ടെന്ന് അറിയുന്നത് കേട്ടോ. നല്ല നല്ല ബാഗുകളായിരുന്നു, പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇതിന് €195 ആയിരുന്നു. സ്റ്റിൽ നല്ലൊരു ബാഗായിരുന്നു. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കാവേ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി, എനിക്കൊരു വാച്ച് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പോയിട്ട് ഞാൻ തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി ഇവിടെ വാച്ച് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പും കൂടെ ഉണ്ട്. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ മൈക്കിൾ കോറസിൻ്റെ വാച്ച് വാങ്ങിച്ചത്. അവിടെയും കൂടെ പോയി അവിടെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കി, അവിടെയാണോ ബെറ്റർ പ്രൈസ് എന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ മിക്കവാറും തിരിച്ചു വരും. ഞാൻ ഈ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഞാൻ പല പല ഷോറൂമുകളും ഷോപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉള്ള ബ്രാൻഡുകൾ കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓൾറെഡി. ഈ ഡിസൈനർ ഔട്ട്ലെറ്റ് എന്നുള്ള കൺസെപ്റ്റ് ജർമ്മനി മാത്രമല്ല കേട്ടോ, UK-ലും നെതർലാൻഡ്സിലും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ബ്രാൻഡ്സും ഒരു കുടക്കീഴിൽ വരുന്നത് നല്ല കാര്യമല്ലേ. നമുക്ക് ഒരുപാട് കടകളിൽ പല പല സ്ഥലത്തായിട്ട് കയറി ഇറങ്ങണ്ടല്ലോ. അതെനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പോകുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഷോപ്പിംഗ് മസ്റ്റാണ്. പ്രത്യേകിച്ച് സ്റ്റോക്കിൽ നിന്ന് ചോക്ലേറ്റ്, ലിൻഡിയിൽ നിന്ന് ചോക്ലേറ്റ്സ്, മൈക്കിൾ കോർസിൻ്റെ ബാഗ്, പിന്നെ ഫോസിൽ നിന്ന് വാച്ച്, വാച്ച് സ്റ്റേഷനിൽ നിന്ന് വാച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് മേടിച്ചിരിക്കും. ഇത്തവണ ഞാൻ മൈക്കിൾ കോർസിൽ കയറിയില്ല, പക്ഷെ കയറാണ്ട് വന്ന് നഷ്ടമായിപ്പോയി. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ പോയി വന്നപ്പോഴാണ് കേട്ടോ അത് അറിഞ്ഞത്. നെക്സ്റ്റ് ഞാൻ വാച്ച് സ്റ്റേഷനിൽ കയറി. അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, ഒരു ഓഫറും ഉണ്ടായില്ല, ഭയങ്കര ഉടായ്പായിരുന്നു. പിന്നെ ഞാൻ ബോഡി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എനിക്കൊരു മോയ്സ്ചറൈസർ ക്രീമും ഒരു ലിപ് ബാമും മേടിക്കാനുണ്ടായിരുന്നു. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യണം. സോ എൻ്റെ കൈപ്പത്തി ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ എൻ്റെ ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു, വേഗം മേടിച്ച് എന്തെങ്കിലും യൂസ് ചെയ്യാൻ നോക്കിയില്ലെങ്കിൽ കൈ ഭയങ്കര ഡ്രൈ ആയി പോകുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു മോയ്സ്ചറൈസർ മേടിച്ചു. പക്ഷേ ഇത് ഞാൻ കൈക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഈ വരവിൽ എൻ്റെ ഫസ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് വാങ്ങിയത്. വിഷ്ണു ചേട്ടൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ എല്ലാ കടയിലും കയറി ഇറങ്ങിയിട്ട് എന്തിനാ ഒന്നും മേടിക്കാണ്ട് ഇങ്ങോട്ട് വന്നേ, എന്തെങ്കിലും മേടിക്കാനുള്ളപ്പോൾ വന്നാൽ പോരെ എന്നൊക്കെ. പക്ഷേ നമുക്ക് സമയമുണ്ടല്ലോ, ഇനിയും നോക്കാമല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ഫോസിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇത്തവണ എന്തായാലും നമുക്കൊരു വാച്ച് എടുത്തേക്കാം. ഒരെണ്ണം നേരത്തെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെടുക്കാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ കുറേ വാച്ചുകൾ എനിക്ക് കോമൺ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് കണ്ടിട്ട് ഒരു വാവ് ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ എന്നാലും ജസ്റ്റ് ഇവിടുത്തെ കളക്ഷൻ നിങ്ങളൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറൊരു ഓഫറും കൂടെ ഉണ്ടായിരുന്നു. I think €159 2 വാച്ച് എടുക്കാം. ഓട്ടോമാറ്റിക് വാച്ച് അല്ലാതെ ഏത് വാച്ച് വേണമെങ്കിലും, ഒരു ജെൻസിൻ്റെ ഒരു ലേഡീസിൻ്റെ എടുക്കാം, 2 ലേഡീസിൻ്റെ എടുക്കാം, 2 ജെൻസിൻ്റെ എടുക്കാം, എന്ത് വേണമെങ്കിലും €159. അത് വളരെ നല്ലൊരു ഡീലായിരുന്നു. എനിക്കിപ്പോൾ ഒരു 2 വാച്ചിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഇപ്പോൾ ഞാൻ വേറൊരാൾക്ക് വാച്ച് മേടിക്കാനാണ് വന്നത്. അത് സർപ്രൈസാണ്, ഇപ്പോഴൊന്നും എന്തായാലും പറയില്ല. സർപ്രൈസായിട്ട് ഞാൻ ഇനി നാട്ടിൽ പോകുമ്പോഴേ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മേജർ 2 പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകാൻ നോക്കിയപ്പോഴാണ് ലിൻഡിൻ്റെ ഷോറൂം കാണുന്നത്. എന്നാൽ ഒന്ന് അങ്ങോട്ട് കയറാമെന്ന് ഓർത്തു. കുറേ നാട് ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു ഈ ദുബായ് ചോക്ലേറ്റ്. ലിൻഡ് അത് ഇറക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ അത് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് കിട്ടിയിട്ടുണ്ടായില്ല, കാരണം ലിമിറ്റഡ് ആയിരുന്നു സ്റ്റോക്ക്. ഇപ്പോൾ എനിക്കത് കിട്ടി, ഞാനത് മേടിച്ചു. ഞാനും വിഷ്ണു ചേട്ടനും ഓരോന്നും മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാൻ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ബിക്കോസ് പിസ്താഷ്യോ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനമല്ല, പക്ഷേ കുനാഫ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടും കൂടെ ബ്ലെൻഡായിട്ട് വരുന്നൊരു ടേസ്റ്റ് ചോക്ലേറ്റിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ലിൻഡിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ കഴിച്ച് നോക്കുവാണ്. ലക്കിലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, കുറച്ചുകൂടെ ചോക്ലേറ്റ് വേർഷൻ അതിൽ കൂടുതലായിരുന്നു. അതായത് ഫില്ലിങ് കുറവായിരുന്നു. പക്ഷേ ആ തഹിനിയുടെ ടേസ്റ്റൊക്കെ വന്നിട്ട് നല്ലൊരു ബ്ലെൻഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ചോക്ലേറ്റ് ലിമിറ്റഡ് എഡിഷൻ ആണ്, എന്തായാലും എല്ലാവരും കഴിച്ചു നോക്കണം കേട്ടോ. സമ്മറാണ്, നല്ല ചൂടായി തുടങ്ങി, നല്ല വെയിലടിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ പയ്യെ സൺഗ്ലാസ് എടുത്ത് വെച്ചു. പണ്ട് ഇതുപോലെ ആരെങ്കിലുമൊക്കെ സൺഗ്ലാസ് ഒക്കെ വെച്ച് നടക്കുമ്പോഴേ, അതും പുറത്തൊക്കെ ഉള്ള ആൾക്കാർ സൺഗ്ലാസ് ഒക്കെ വെച്ച് നടക്കുമ്പോൾ ഞാനൊക്കെ വിചാരിക്കുന്നത് ഷോ കാണിക്കാനായിട്ട് വെച്ചതായിരിക്കുന്നതാണ്. പക്ഷേ ആക്ച്വലി വെയിലടിക്കാതിരിക്കാൻ വെക്കുന്നതാണെന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. നമ്മളന്നത്തെ ഓരോ പൊട്ടത്തരത്തിൽ നമ്മൾ പലതും ചിന്തിക്കും. ഇന്നും നാട്ടിലുള്ള ആൾക്കാർ മേ ബി എന്നെ കാണുമ്പോൾ വരെ ചിന്തിക്കുന്നുണ്ടാവായിരിക്കും, ഇവള് ഷോ കാണിക്കാൻ വേണ്ടി വെക്കുന്നതാണെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ വെയിൽ നമുക്ക് നാട്ടിലത്തെ പോലെ അത്രയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ, ശരിക്കും നമുക്ക് കണ്ണൊക്കെ വേദന എടുക്കും. അതുകൊണ്ടാണ് ആൾക്കാർ സൺഗ്ലാസ് വെക്കുന്നത്. ഇതിവിടെ പറയാൻ കാര്യം, ഞാൻ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങളെങ്കിലും ചെയ്യാതിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളെങ്കിലും ചിന്തിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളേ. അങ്ങനെ നമ്മൾ ഡിസൈനർ ഔട്ട്ലെറ്റിൽ നിന്ന് തിരിച്ചിറങ്ങി. നമുക്കൊരു 10 മിനിറ്റുള്ളിൽ ബസ് കിട്ടി. പിന്നെ സ്റ്റോപ്പിൽ വന്നൊരു 15 മിനിറ്റുള്ളിൽ ട്രെയിനും കിട്ടി. ഇതൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ നോക്കി വെക്കണം കേട്ടോ. എപ്പോൾ നമുക്ക് തിരിച്ച് പോകാൻ പറ്റും, എപ്പോൾ ബസ് കിട്ടും, ബസ് കിട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആറ് കിട്ടുമോ എന്നൊക്കെ എപ്പോഴും ശ്രദ്ധിച്ച് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് ആവും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ ഗായ്സ്.